ഹലോ ഗായ്സ്, ആർജസ് ടെക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നിറയുള്ള സിമ്മീസ് പേപ്പർ കട്ടിങ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് തുണിയിൽ കട്ട് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുണിയിൽ നിന്ന് എങ്ങനെയാണ് മെജർമെൻറ്റ് എടുക്കേണ്ടതെന്ന്. ഇപ്പോൾ ഞാനൊരു മെജർമെൻറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ അളവിലാണ് ഞാനിപ്പോൾ സിമ്മീസ് കട്ട് ചെയ്യാൻ പോകുന്നുള്ളത്. ഇപ്പോൾ ഇതാണ് അളവ്. നീളം 8, വീതി 9, മുമ്പത്തെ നെക്ക് 4, MN എഴുതിയിട്ടുള്ളത് മുമ്പത്തെ നെക്ക് എന്നാണ്. ബാക്ക് നെക്ക് 3, പിന്നെ ഷോൾഡർ 3, പിന്നെ കൈയിൻ്റെ വീതി 4. ഓക്കെ, ഇത് പിന്നെ താഴത്തെ ഭാഗമാണ്. ഇത് മേലത്തെ പാർട്ടാണ്, ഇത് താഴത്തെ ഭാഗം. നീളം 11 എടുത്തിട്ടുള്ളൂ. പിന്നെ വീതി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെജർമെൻറ്റ് അനുസരിച്ചിട്ടാണ്. നേരത്തെ ചെസ്റ്റിൻ്റെ മെജർമെൻറ്റ് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോട്ട് ചെയ്തോളൂ. ചെസ്റ്റ് 8. ഇപ്പം നമ്മളെ മെജർമെൻറ്റിൽ വീതി 9, 9ൻ്റെ നേരെ പകുതി 4.5, 4.5 + 1.5 6. 6ആണ് അപ്പോൾ നമ്മൾ വീതി എടുക്കേണ്ടത്. 6ലേക്ക് മാർക്ക് ചെയ്തു. ഇപ്പം നമ്മളെ വീതി 4.5 എടുക്കേണ്ടത്. പക്ഷെ ഞാൻ 6 എടുത്തു, കാരണം 1.5 സ്റ്റിച്ചിനുള്ളതാണ്, സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് 1.5. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇപ്പം നമ്മളെ നീളം 8ആണ്. ഓക്കെ, നീളം ഫുൾ എടുക്കണം, അത് ഹാഫ് ആക്കരുത്. പിന്നെ നീളത്തിന് + 1.5 9.5 സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഈ 1.5. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫ്രണ്ട് നെക്ക് 4, 4ലേക്ക് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് 3, 3ലേക്ക് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ഡീപ്പ് 1.25ലേക്ക് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ബാക്ക് നെക്ക്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും ഞാൻ വെറും ഫ്രണ്ട് നെക്ക് മാത്രമേ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇപ്പോൾ ബാക്ക് നെക്ക് എങ്ങനെയാണ്, ഇപ്പോൾ ഫ്രണ്ട് നെക്കിനെക്കാട്ടിയും ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പ് കുറവുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷോൾഡർ 3ആണ്, അപ്പോൾ 3.5ലേക്ക് മാർക്ക് ചെയ്യുക. ഇനി കൈയിൻ്റെ വീതി 4ആണ്, 4ലേക്ക് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ചെസ്റ്റ് 8ആണ്, അപ്പോൾ അതിന് നേരെ ഹാഫ് 4ആണ്. അപ്പോൾ അതിന് 1.5 ചേർത്ത് കഴിഞ്ഞാൽ 5.5, 5.5ലേക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. 5.5ലേക്ക് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്, നമ്മൾ ഈ പോയിന്റ് വെച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ 5.5ലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു ഇച്ചിരി ക്രോസ് ലൈനും ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ കൈയിൻ്റെ ഷേപ്പും നെക്കിൻ്റെ ഷേപ്പും കൊടുക്കുക. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, കൈയിന് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഫ്രണ്ട് നെക്ക് ആദ്യം കട്ട് ചെയ്യരുത്, ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കൈയിൻ്റെ ഭാഗവും ഈ സൈഡും താഴെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിന് നമ്മൾ ഈ ഭാഗം സെപ്പറേറ്റ് ആക്കുക. ഇപ്പോൾ ഫ്രണ്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തു. ഇപ്പം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ഫ്രണ്ട് നെക്ക് കുറച്ച് ഡീപ്പ് ഉണ്ട്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ടാണ്. ഇവിടെയാണ് ബ്ലാക്ക് ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഉള്ളത്. ഇത് ബാക്ക് നെക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് താഴത്തെ ഭാഗം കട്ട് ചെയ്യാം. താഴത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴത്തെ മെജർമെൻറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് ടോട്ടലി 12 ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ നീളം പറഞ്ഞിട്ടുള്ളത് 11. ഓക്കെ, അപ്പോൾ 11ലേക്ക് ആദ്യം മാർക്ക് ചെയ്യുക. 11 + 1.5 12.5. ഓക്കെ, 12.5ലേക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ആ 12ലേക്ക് ഫോൾഡ് ചെയ്തു, രണ്ട് മടക്കാക്കി. ഓക്കെ, ഇനി നമുക്ക് വീതി എടുക്കേണ്ടത്, നമ്മളത് 12ആണ്. ഈ 12ൻ്റെ നേരെ ഡബിളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 24, പിന്നെ സ്റ്റിച്ചിങ്ങിന് 1.5, 25.5. അപ്പോൾ 25.5 നീളത്തിലേക്ക് നമ്മൾ എടുക്കണം. 25.5ലേക്ക്
ഇപ്പം ഞാനിത് 25.5ലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കട്ട് കൊടുക്കാം. സ്ട്രൈറ്റ് കട്ട് കൊടുത്തതിന് ശേഷം ഈ 2 പീസിനെ ഇപ്പോൾ ഒരു പീസിനെ 2 പീസാക്കി മാറ്റുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡബിളായിട്ടേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇനിയും നെറീൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ലെങ്ത്തിൽ എടുക്കാവുന്നതാണ്. പക്ഷേ അപ്പോൾ ഗൈസ് നമ്മൾ നെറി സിമീസിന് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ ബൈ.